പക്ഷേ ഈ RSS എന്ന് കേൾക്കുമ്പോൾ പൊതുവേ ഈ കോൺഗ്രസും CPM അല്ലാതെ ഇങ്ങനെ അസഹിഷ്ണുത പ്രകടിപ്പിക്കും. ഇപ്പോൾ കർണാടകയിൽ RSSനെ നിരോധിക്കണം, പറ്റുമെങ്കിൽ കേരളത്തിലൊക്കെ നിരോധിക്കണമെന്ന് കോൺഗ്രസിന് വലിയ ആഗ്രഹമുണ്ട്. ഇപ്പോൾ രജിസ്റ്റർ ചെയ്യണമെന്നാണ് കർണാടകയിലെ ഒരു മന്ത്രി പ്രിയങ്ക ഗാർഗെയുടെ മകൻ തന്നെ പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ RSS ഒരുപാട് പേർക്ക് സംശയമുണ്ടാകും. കാരണം ഇതിനെ കാണാൻ കഴിയില്ല, ആരൊക്കെയാണ് ഇതിൻ്റെ നേതാക്കളെന്നറിയില്ല. ഇതിൻ്റെ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇതിൻ്റെ നേതാവ് ആര് എന്നൊരു ആൾ അടുത്ത കാലത്ത് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിഗൂഢമായ എന്തോ ലക്ഷ്യങ്ങൾ RSSനുണ്ട്. എനിക്ക് തോന്നുന്നു 50ഓളം രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു സംഘടനയാണ് RSS എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ RSSനെ എന്തിനാണ് ഈ എല്ലാവരും ഭയക്കുന്നത്? അങ്ങനെ ഭയക്കാൻ വേണ്ടിയുള്ള ഒരു സാധനമാണോ ഈ RSS? അല്ല, സത്യത്തിൽ RSS അവരെ ആരെങ്കിലും ഭയപ്പെടണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്കാരെയും ഭയപ്പെടുത്താനും താല്പര്യമില്ല. അവർ രാജ്യത്തെ സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ട് രാജ്യത്തിൻ്റെ എല്ലാ മക്കളും എല്ലാ പ്രാണികളും അവരെ സ്നേഹിക്കണമെന്നും അവരാൽ സ്നേഹിക്കപ്പെടണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന ആളാണ് അടിസ്ഥാനപരമായിട്ട് അതിൻ്റെ ആശയം. പിന്നെ ഒരു ആശയത്തെ ശരിയായി ധരിക്കാതെ അതിനകത്ത് നിൽക്കുന്നവരുണ്ടാവും. അവർ ആ ആശയത്തെ തെറ്റിദ്ധരിപ്പിക്കും. ഒരാശയം എന്താണെന്ന് അറിയാൻ അടുത്ത് നിൽക്കാതെ അടുത്ത് ചെല്ലാൻ ഭയപ്പെട്ടോ ഒക്കെ ദൂരെ മാറി നിന്നിട്ട് അപവാദം പ്രചരിപ്പിക്കുന്നവരും ഉണ്ടാവും. ഈ രണ്ട് ശക്തികളാണ് സത്യത്തിൽ RSSനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ RSSനെ കുറിച്ചുള്ള ഭയം ഇത് വളരെ പ്രമാദമായിട്ട് വന്നത് രണ്ട് കാരണം കൊണ്ടാണ്. ഒന്ന്, ഇസ്ലാമോഫോബിയ എന്നൊരു ഫാക്ടർ ലോകത്താകെ ഉണ്ടായി. സത്യത്തിൽ അതുണ്ടായതിൽ RSSനോ ഹിന്ദുത്വവാദികൾക്കോ ഒരു പങ്കുമില്ല. അത് അമേരിക്കൻ സാമ്രാജ്യത്വം ഉണ്ടാക്കിയതാണ്. സാമ്രാജ്യത്വത്തിൻ്റെ പ്രോഡക്റ്റാണ് ഇസ്ലാമോഫോബിയ. അതിൽ ഹിന്ദുവിനും ഒരു പങ്കില്ല. ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയും ഇസ്ലാമും തമ്മിലുള്ള ഒരു പ്രശ്നമാണ്. അതും ആ രണ്ട് മതത്തിലെയും വിശ്വാസികൾ തമ്മിലല്ല, മതങ്ങൾ തമ്മിലുമല്ല. ആ രണ്ട് മതങ്ങളെ ശത്രുക്കളാക്കി നിർത്തിക്കൊണ്ട് ലോകത്തെ കൊള്ളയടിക്കാൻ വേണ്ടി അമേരിക്കൻ സാമ്രാജ്യത്വം ഉണ്ടാക്കിയൊരു പരിപാടിയാണ്. അത് എപ്പോഴാണ് തുടങ്ങിയതെന്ന് എല്ലാവർക്കും അറിയാം, ചരിത്രം അറിയാം. അത് സോവിയറ്റ് യൂണിയൻ തകർന്നു. സോവിയറ്റ് യൂണിയൻ തകർന്നതോടുകൂടി അതുവരെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏതാണ്ട് 89-90 വരെ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന കാലത്തെ നമ്മൾ വിളിക്കുന്നത് ശീതസമരകാലം എന്നാണ്. എന്നുവെച്ചാൽ സോവിയറ്റ് യൂണിയൻ ഉണ്ട്. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ ഒരു സോഷ്യലിസ്റ്റ് ലോബി, കുറേ രാജ്യങ്ങൾ, സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെ ഒരു വലിയ ചേരി വന്നു. എന്നുവെച്ചാൽ കമ്മ്യൂണിസ്റ്റ് ചേരി ഒരു ഭാഗത്ത്, സോഷ്യലിസ്റ്റ് ചേരി മറുഭാഗത്ത് മുതലാളിത്ത ചേരി. അമേരിക്കയും അവരുടെ കൂട്ടാളികളും യൂറോപ്യൻ രാജ്യങ്ങളും നാറ്റോ രാജ്യങ്ങളും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു കൂട്ടം. അപ്പോൾ രണ്ട് ചേരി ഉണ്ടായിരുന്നു, മുതലാളിത്ത ചേരിയും സോഷ്യലിസ്റ്റ് ചേരിയും. സോവിയറ്റ് യൂണിയനെ തകർക്കുകയായിരുന്നു അന്നത്തെ അമേരിക്കയുടെ അജണ്ട. ആ കാലത്ത് പക്ഷേ സോവിയറ്റ് യൂണിയൻ നേർക്കുനേരെ യുദ്ധമെമ്പാടും അനുഭവിച്ചവരാണ് സോവിയറ്റ് യൂണിയൻ ഉൾപ്പെടെ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ എല്ലാവരും കണ്ടതാണല്ലോ. ജപ്പാനാണ് അതിന് ഏറ്റവും വലിയ ഇരയായി തീർന്നത്. അപ്പോൾ എന്ത് ചെയ്തു? ഇനി യുദ്ധം വേണ്ടാന്ന് എല്ലാവരും തീരുമാനിച്ചു. പക്ഷേ യുദ്ധം ഉണ്ടായാൽ അന്ന് രണ്ട് വിപത്തുണ്ടായിരുന്നു. ഒന്ന്, യുദ്ധം ഉണ്ടായാൽ സർവനാശം സംഭവിക്കും, കാരണം വിനാശകരമായ ആയുധങ്ങൾ വന്നു. രണ്ടാമത്തൊരു കാര്യം, യുദ്ധമുണ്ടായാൽ കനത്ത തിരിച്ചടി കിട്ടുമെന്നൊരവസ്ഥ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നതുകൊണ്ട് ആ ചേരിയോട് നേരിട്ടും അല്ലാതെയും ബന്ധപ്പെട്ട വലിയൊരു സംഘം ഇപ്പുറത്തുണ്ടായി, ഒരു കൂട്ടം രാജ്യങ്ങൾ, അപ്പുറത്ത് മുതലാളിത്ത രാജ്യങ്ങൾ. അതുകൊണ്ട് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന കാലത്ത് വിളിക്കുന്ന പേര് ശീതസമരകാലം എന്നാണ്. യുദ്ധമുണ്ടോ? ഇല്ല. എന്നാൽ സമരമുണ്ടോ? ഉണ്ട്. അങ്ങനെ രണ്ട് ചേരിയായി നിൽക്കുകയും തൊട്ടാൽ അടിക്കുമെന്ന രീതിയിൽ നിൽക്കുകയും യുദ്ധമില്ലാതെ പോവുകയും ചെയ്ത കാലമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം, 1945 ശേഷം 90 വരെയുള്ള ഏതാണ്ട് അരനൂറ്റാണ്ട് കാലം. അതോടുകൂടി സോവിയറ്റ് യൂണിയനെ തകർത്തു. സോവിയറ്റ് യൂണിയൻ തകർക്കാൻ ഒരുപാട് സഹായങ്ങൾ ചെയ്തു. ഒന്ന്, സോവിയറ്റ് യൂണിയനകത്ത് തന്നെ അമേരിക്കൻ ചാരന്മാരായ ഗോർബച്ചേവിനെ പോലുള്ള ആളുകളെ കടത്തിവിട്ടിട്ട് സോവിയറ്റ് യൂണിയനെ അകത്തുനിന്ന് തകർത്തു. രണ്ട്, ഒസാമ ബിൻ ലാദനെ പോലുള്ള ഭീകരവാദികളെ കടത്തിവിട്ടിട്ട് തൊട്ടടുത്ത അയൽരാജ്യമായ അഫ്ഗാനിസ്ഥാനിൽ ഇത്തരത്തിലുള്ള ഇസ്ലാമിക തീവ്രവാദികളെ ഉപയോഗിച്ചിട്ട് മതവിരുദ്ധരാണ് സോവിയറ്റ് യൂണിയൻ, അങ്ങനെ അവരെയും തകർക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും പിന്നിലാരാണ്? അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികളാണ്. അങ്ങനെ സോവിയറ്റ് യൂണിയൻ തകർന്നു. സോവിയറ്റ് യൂണിയൻ തകർന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഉണ്ടാകുന്ന ഒരു മുദ്രാവാക്യമാണ്, ഇനി അങ്ങോട്ട് ലോകത്ത് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമില്ല. യുദ്ധം ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് തുല്യമായൊരു ശക്തി അപ്പുറത്ത് വേണം. അതില്ല. സോവിയറ്റ് യൂണിയൻ തകർന്നു, ഛിന്ന ഭിന്നമായി, കൊച്ചു കൊച്ചു രാജ്യങ്ങളായിട്ട് മാറിയല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായിരുന്നു സോവിയറ്റ് യൂണിയൻ. അത് തകർന്ന് തരിപ്പണമായി.
അങ്ങനെ അത് സ്വതന്ത്ര രാജ്യങ്ങളായി, അതൊക്കെ പലതും മതരാജ്യങ്ങളായി. മതവിരുദ്ധ രാജ്യമായിരുന്ന സോവിയറ്റ് യൂണിയൻ നിന്ന് പൊട്ടിത്തെറിച്ച് കുറേ അന്ന് വരെ അടക്കി വെച്ചിരുന്ന മതം മുഴുവൻ കൊച്ചു കൊച്ചു രാജ്യങ്ങളായിട്ട് വന്നു. അപ്പോൾ എന്തായാലും അതിനുശേഷം ഒരു പ്രഖ്യാപനം വന്നു, ഇനി അങ്ങോട്ട് ലോകത്ത് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമില്ല. ഇനി യുദ്ധങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് സംസ്കാരങ്ങൾ തമ്മിലാണ്. സംസ്കാരം എന്ന് അവർ വിളിച്ചത് നമ്മൾ ഇവിടെ ഇന്ത്യക്കാർ പറയുന്ന സംസ്കാരമല്ല. ഇന്ത്യക്കാരുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ ദേശത്തിൻ്റെ സംസ്കാരം, അവർക്ക് സംസ്കാരം എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ സംസ്കാരം. അപ്പോൾ അതുകൊണ്ട് ലോകത്ത് ഇനി അങ്ങ് സൂക്ഷിക്കേണ്ടത് ലോകത്തിലെ ഏറ്റവും വലിയ മതം ക്രിസ്തു മതം, രണ്ടാമത്തെ വലിയ മതം ഇസ്ലാം മതം. നിങ്ങൾ തമ്മിലാണ് പോരാട്ടം. അത് അവരിങ്ങനെ സിദ്ധാന്തം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഉസാമ ബിൻ ലാദനെ ഇവർ തന്നെ ഉപയോഗിച്ചതാണ്. ആ ബിൻ ലാദൻ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം അവർക്ക് ശത്രുക്കളില്ലാതായി, ഇനി ആരെ ആക്രമിക്കും? അപ്പോൾ അവർ അമേരിക്ക അച്ഛൻ്റെ നേരെ തിരിഞ്ഞു, ഇത് ഉണ്ടാക്കിയവൻ്റെ നേർക്ക് വന്നു. അവർ വന്ന് പെൻറ്റഗണെ ആക്രമിച്ച ഓർമ്മയില്ലേ 2001. അപ്പോൾ അന്നു മുതലാണ് ഇവർ പ്രഖ്യാപിച്ചത് ലോകത്ത് ഇനി രണ്ട് സംസ്കാരങ്ങൾ തമ്മിൽ, എന്ന് പറഞ്ഞാൽ രണ്ട് മതങ്ങൾ തമ്മിലാണ് യുദ്ധം. ഒന്ന് ഇസ്ലാമാണ്, ഒന്ന് ക്രിസ്ത്യാനിറ്റിയാണ്. ക്രിസ്ത്യാനിറ്റി കുരിശ് യുദ്ധവുമായി ആരെ നേരിടാൻ പോകും? ഇസ്ലാമിനെ നേരിടാൻ പോകും. ഇസ്ലാം ജിഹാദുമായി ക്രിസ്ത്യാനിയെ നേരിടാനും പോകും. ഇതാണ് ഇനി അങ്ങോട്ട് സംഭവിക്കുന്നത്. ഇത് അമേരിക്കൻ അജണ്ടയാണ്. അമേരിക്ക കൃത്യമായി അതൊക്കെ പ്രഖ്യാപിച്ച അജണ്ട, ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ, സംസ്കാരങ്ങളുടെ സംഘടന എന്നൊക്കെ പറഞ്ഞിട്ട് സാമുവൽ പി ഹണ്ടിങ്ടൺ, വലിയ ബുദ്ധിജീവികളൊക്കെ എഴുതിയ പുസ്തകമുണ്ട് അക്കാലത്തെ 90-കളിൽ. ഞാൻ പറഞ്ഞത് അന്നുണ്ടായതാണ് ഈ ഇസ്ലാമോഫോബിയ. ഇവിടെ എന്താ തെറ്റിദ്ധാരണ എന്ന് വെച്ചാൽ, ഇവിടെ RSS ശക്തിപ്പെട്ടു വന്നാൽ 100 കൊല്ലമായില്ലേ, 100 കൊല്ലത്തിലേറെയായി പ്രവർത്തിക്കുന്നു. പക്ഷേ അത് വളരെ ക്രമമായി അവരുടെ പദ്ധതി അനുസരിച്ച് വളർന്ന് അവർ യുദ്ധമുണ്ടാക്കിയും അടിച്ചമർത്തിയിട്ടൊന്നും അല്ലല്ലോ. ജനമനസ്സിൽ അവരുടെ സ്വാധീനം, അവരുടെ പ്രചാരണം, ഒരുപാട് ശാഖകൾ, അവരുടെ ജനസേവനം, സേവാഭാരതികൾ പോലുള്ള ജനസേവകർ, ഈ ഭാരതീയ വിചാര കേന്ദ്രം പോലുള്ള വലിയ ചിന്താ സംഘടനകൾ, അങ്ങനെയുള്ള പലതരത്തിലുള്ള സംഘടനകളിലൂടെയാണ് അവർ വളർന്നു വന്ന് ഇന്ത്യയോളം വളർന്ന് ഇന്ത്യ ഭരിക്കാവുന്ന അവസ്ഥയിലെത്തി. BJP കൊച്ചു ഓരോരോ സംസ്ഥാനങ്ങൾ പിടിച്ചു. 80കളായപ്പോൾ 3 ഓർമ്മയില്ലേ, 3 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അവിടുന്നാണ് അവർ പിന്നെ വാജ്പേയി ഭരിക്കാൻ തുടങ്ങി. അങ്ങനെ RSS ശക്തിപ്പെട്ട് വന്നപ്പോൾ RSSന് സ്വാഭാവികമായിട്ടും ഒരു പൊതുവികാരമുണ്ട്. അതെന്താ വെച്ചാൽ ഹിന്ദുവിൻ്റേതാണ് ഇന്ത്യ. ആ ഹിന്ദു ഏതാണ്? ഇന്ത്യ എന്ന ദേശത്തോട് കൂറുള്ള എല്ലാ മനുഷ്യൻ്റേതുമാണ് ഇന്ത്യ. ആ ദേശത്തോട് കൂറ് കാണിക്കാത്തവനെ ശത്രുവായിട്ട് കാണും. അതാണ് ഈ ശത്രു എന്ന് പറയുന്നത്. അപ്പോൾ ചരിത്രപരമായി ഇന്ത്യ ഭരിച്ച ഒരു 3 കാലഘട്ടമുണ്ട്. ഈ സുൽത്താൻമാർ ഭരിച്ച, മുഗളന്മാരൊക്കെ ഭരിച്ച ഒരു മുസ്ലിം കാലഘട്ടമുണ്ട്, ബ്രിട്ടീഷുകാർ ഭരിച്ച ഒരു ക്രിസ്ത്യൻ കാലഘട്ടമുണ്ട്. അങ്ങനെയാണ് അതിന് പേര് വിളിക്കുന്നത്. അങ്ങനെ പേര് വിളിക്കാമോ എന്ന് ചോദിച്ചാൽ ഒരു കാര്യമില്ല. രാജാക്കന്മാർ ഭരിച്ചു, പിന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിച്ചു. പിന്നെയാണ് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇന്ത്യക്കാർ ഭരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈ 2 കാലത്തും തീർച്ചയായിട്ടും ഇന്ത്യയുടെ സംസ്കാരത്തിന് ഗുണം ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് അവരെ ശത്രുക്കളായിട്ട് കണക്കാക്കുന്നത്. സത്യത്തിൽ അങ്ങനെയൊന്നും അല്ല പറഞ്ഞു കൊടുക്കുന്നതും പ്രചരിപ്പിക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് ഇസ്ലാമിക ഭരണം നിലനിന്ന കാലത്ത് ഇന്ത്യൻ സംസ്കാരത്തിന് ഗുണമുണ്ടായില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഇസ്ലാം ഇന്ത്യയുടെ ശത്രുവാണെന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. ആ ഭരണകൂടം ശത്രു. പിന്നീട് ബ്രിട്ടീഷുകാർ ഭരിച്ചപ്പോൾ തീർച്ചയായിട്ടും അവർ ഇവിടുന്ന് കിട്ടുന്നത് കൊള്ളയടിച്ച് കൊണ്ടുപോകല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ അവരും ശത്രുക്കളാണ്. അതുകൊണ്ട് ആ 2 ശത്രുക്കളെ, അത്തരത്തിലുള്ള ആഭ്യന്തര ശത്രുക്കളെ, ഇത്തരം സംസ്കാരം, ഈ ഇന്ത്യാവിരുദ്ധമായ സംസ്കാരത്തെ ശത്രുവായി കണ്ടു. അപ്പോൾ അതിനെ ആ അർത്ഥത്തിൽ ഇങ്ങനെ ചരിത്രത്തെ വിലയിരുത്താൻ തുടങ്ങി. അത് വിലയിരുത്താൻ പണ്ടേ തുടങ്ങിയിട്ടുണ്ടാവും, ജനങ്ങളിലേക്ക് കൂടുതൽ എത്തി. അപ്പോൾ എത്തിയപ്പോൾ ഇസ്ലാമോഫോബിയ. അപ്പോൾ എന്തായി? ഇസ്ലാമിനെതിരാണ് RSSും, മാത്രമല്ല തുടക്കത്തിൽ ക്രിസ്ത്യാനിക്കുമെതിരാണ് RSS. ഇപ്പോൾ അത് മാറി വരുന്നുള്ളൂ. എല്ലാ ഘട്ടത്തിലും മാറി വരുന്നുണ്ട്. മുസ്ലിങ്ങളോട് വലിയ തോതിലുള്ള സംവാദം നരേന്ദ്രമോദി സംഘടിപ്പിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികളോട് വലിയ തോതിൽ അടുപ്പം. ഇപ്പോൾ കേരളത്തിൽ പോലും ആ മാറ്റം വന്നു തുടങ്ങിയില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഇതാണ് RSSനോടുള്ള വിരോധം വരാനുള്ള കാരണം. അപ്പോൾ RSS എന്ന് പറഞ്ഞാൽ ആളുകളെ ഇത് വലിയ തെറ്റിദ്ധാരണ വ്യാപകമായിട്ടുണ്ടായിട്ടുണ്ട്. RSSനകത്ത് ചിലർ, അത് സ്വാഭാവികമായിട്ടും അടിസ്ഥാനപരമായി, ഇപ്പോൾ നമുക്ക് വലിയ സൈദ്ധാന്തികന്മാരോട് സംസാരിച്ചാൽ ഇത് ക്ലിയർ ആവും. നന്ദേട്ടനൊക്കെ വരാറുണ്ടല്ലോ നമ്മളെ ചർച്ച. നന്ദകുമാർ സാറൊക്കെ വരുമ്പോൾ ക്ലിയറാണ്. അപ്പോൾ അദ്ദേഹം, പക്ഷേ അവരൊന്നും പറയും പോലെയല്ല പലരും സാധാരണക്കാരായ ഈ ആളുകൾ, സാധാരണ മനുഷ്യർ ധരിക്കുക. അപ്പുറത്തെ അയൽപക്കത്തെ മുസൽമാനാണ് എൻ്റെ ശത്രു എന്ന് വിചാരിക്കും. അങ്ങനെ പ്രചരിപ്പിക്കുകയും ചെയ്യും. അതൊക്കെയാണ് കുഴപ്പം.
അപ്പോൾ സത്യത്തിൽ ഈ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഈ സാമ്രാജ്യത്വത്തിൻ്റെ സൃഷ്ടിയാണ്. ഇന്ത്യയിൽ RSS അല്ലെങ്കിൽ RSSൻ്റെ സഹായത്തോടു കൂടി BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ആളുകളുടെ ധാരണ അതും ഇതും തമ്മിൽ ചേർത്ത് വായിച്ചു. സാമ്രാജ്യത്വം ഉണ്ടാക്കിയ ഇസ്ലാമോഫോബിയ ഇന്ത്യയിൽ നടപ്പാക്കുന്ന RSS ആണെന്ന് വന്നു. RSSൻ്റെ പണിയല്ല അത്. ആക്ച്വലി അതല്ല. ഇസ്ലാമോഫോബിയ വളർത്തുന്നത് വളർത്തിയതോ ഉണ്ടാക്കിയതോ നട്ടതോ നനച്ചതോ വളർത്തിയതോ RSS അല്ല, ഇവരാണ്. അമേരിക്കൻ സാമ്രാജ്യത്വമാണ്. ഇപ്പോൾ അത് നമുക്ക് ഏതാണ്ട് മനസ്സിലായി വരുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ ഒരു സൗകര്യമുള്ളതെന്ന് വെച്ചാൽ ഇവിടെ RSSനെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടും എന്നൊരു ധാരണയുണ്ട്. വന്ന് ഇപ്പോൾ എല്ലാ പാർട്ടിയും ഏതാണ്ട് ഇപ്പോൾ ഒടുവിലത്തെ ചിത്രം എന്താ, ഇന്ത്യയിൽ ഇപ്പോൾ BJP അല്ലാത്ത RSS അല്ലാത്ത എല്ലാ പാർട്ടികൾക്കും ആളെ കിട്ടണമെങ്കിൽ, വോട്ട് വാങ്ങണമെങ്കിൽ ഈ ഇസ്ലാമിനെ പ്രീണിപ്പിക്കുക. ഈവൻ മുസ്ലിം വർഗീയവാദികളെ, ഭീകരവാദികളെ, തീവ്രവാദികളെ ഒക്കെ കൂടെ നിർത്തുക. അതാണ് വഴിയിൽ നിന്ന് വന്നു ചേർന്നിട്ടുണ്ട്. അതൊരു വല്ലാത്ത ഗതികേടാണ്. സത്യത്തിൽ അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. ഇന്ത്യക്കാരോടൊപ്പം നിന്ന് മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമൂഹത്തെ സ്നേഹിച്ച് തിരിച്ചും അവരുടെ സ്നേഹം കൈപ്പറ്റി രാജ്യത്തിന് വേണ്ടി വലിയ സേവനങ്ങൾ, സാംസ്കാരികമായിട്ടും ബൗദ്ധികമായിട്ടും ഒക്കെയുള്ള വലിയ സേവനങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ മറ്റെല്ലാവരെയും, ഇന്ത്യയിലെ എല്ലാ മനുഷ്യരും ഒരുമിച്ച് നിൽക്കല്ലേ വേണ്ടത്, നിൽക്കണം എന്നാണ് RSSും പറയുന്നത്. അപ്പോൾ അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഒടുവിൽ വന്ന ഈ വിവാദം ഇതാണ്. RSSനെ എന്തുകൊണ്ട് ഭയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ RSSനെ ഭയമുണ്ടായിട്ടല്ല. ഇപ്പോൾ RSSും BJPയും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവിടുത്തെ മുസ്ലിം വോട്ടൊക്കെ എങ്ങോട്ടാണ് പോണത്? അവിടെ ഒറ്റ OICക്കും വോട്ട് കിട്ടാനില്ല. വോട്ട് കിട്ടുന്നതൊക്കെ അപ്പോൾ എന്തുകൊണ്ടാണ്? അവർക്ക് ഭയമില്ല, അവരടുത്തറിഞ്ഞു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ RSSനെ ഭയപ്പെടേണ്ടതുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ആരാ? RSS അല്ല. ആരാ? ഈ ഇസ്ലാമിക് ഫണ്ടമെൻ്റൽസ്, മുസ്ലിം മതമൗലികവാദികൾ പഠിപ്പിക്കുകയാണ്. പേടിക്കണം, RSS ആണ്, ഭീകരനാണ്. ഇതിന് ഉപോത്ബലകമായിട്ട് ഏതെങ്കിലും വടക്കേ ഇന്ത്യൻ തെരുവിൽ ഏതെങ്കിലും വിവരം കെട്ട ആരെങ്കിലുമൊക്കെ മാട്ടിറച്ചി, പോത്തിറച്ചിയൊക്കെ ആയിട്ട് പോകുന്നവനെ ഒരുത്തനെ കൊന്നു. എന്തെല്ലാം ക്രിമിനൽ കുറ്റങ്ങൾ നമ്മളെ നാട്ടിൽ നടക്കുന്നു. എത്ര കള്ളന്മാരെ പിടിക്കുന്നു, എത്ര ചാരന്മാരെ പിടിക്കുന്നു. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ കാലത്ത് 12 ചാരന്മാരെ പിടിച്ചു. അതിൽ 9 പേര് ഹിന്ദുക്കളാണ്. ഈ കുറ്റകൃത്യത്തിനും ചാരന്മാർക്കും കള്ളന്മാർക്കും കൊള്ളക്കാർക്കും ഒക്കെ ജാതിയും മതവും നോക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവരെ കുറ്റവാളികളായിട്ട് കാണണം, എല്ലാ സമുദായത്തിലും പെട്ടവരെ. അപ്പോൾ അതിന് പകരം ഈ ഏതെങ്കിലും ഒരാൾ കാണിക്കുന്ന കുറ്റകൃത്യം, ഇപ്പോൾ കള്ളക്കടത്തുകാർ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ചരിത്രത്തിലൊന്ന് എടുത്തു നോക്കിയാൽ കേരളത്തിലെ കള്ളക്കടത്തുകാരെടുത്താൽ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളാവില്ലേ? അതുകൊണ്ട് ഇസ്ലാമൊക്കെ കള്ളക്കടത്തുകാരെന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. ഇസ്ലാമിൽ കുറേ കള്ളക്കടത്തുകാരുണ്ട്, പിടിക്കണം, അവരെ ശിക്ഷിക്കണം, അതല്ലേ പറയേണ്ടത്. അപ്പോൾ ഇപ്പം അങ്ങനെ അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അതുകൊണ്ട് ഇപ്പോൾ വന്ന് RSSനെ ചീത്ത വിളിച്ചാൽ മുസ്ലിം വോട്ട് കിട്ടുമെന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. അതിൻ്റെ ഫലത്തിലാണ്. ഇപ്പോൾ അല്ലാതെ ഇപ്പോൾ ഈ വൈസ് ചാൻസലർമാർ നമ്മുടെ രാജ്യത്തെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരാണ്, സാമാന്യം ഭേദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ്. ഉദ്യോഗസ്ഥന്മാർക്ക് രാഷ്ട്രീയം പാടില്ല എന്ന് ആരെങ്കിലും പറയുമോ? അവർ, എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ യൂണിവേഴ്സിറ്റികളിലൊക്കെ വലിയ സംവാദങ്ങൾ നടക്കേണ്ടതുണ്ട്. ഓരോ രാഷ്ട്രീയ പാർട്ടി, അതിൻ്റെ പ്രവർത്തനങ്ങൾ, ഓരോ സാംസ്കാരിക പ്രസ്ഥാനം, 100 കൊല്ലം പിന്നിട്ട സാമൂഹ്യ പ്രസ്ഥാനമാണ് RSS. അതിൻ്റെ നേതാവ് നടത്തുന്ന പ്രഭാഷണത്തിൽ എന്ത് പറയുന്നു, രാജ്യത്തെ ഇതുവരെ എത്തിച്ചത് എങ്ങനെയാണ് ഈ 100 കൊല്ലം, അടുത്ത 100 കൊല്ലത്തേക്കുള്ള പദ്ധതി എന്ത്, അതാണല്ലോ മോഹൻ ഭഗവത് പ്രസംഗിക്കുന്നത്. അവിടെ വൈസ് ചാൻസലർമാർ പോയി ഇരിക്കണം എന്നാണ് ഞാൻ പറയുക. ഇരിക്കേണ്ടതല്ലേ? അവർ പോയി എന്നത് വലിയ കുറ്റം. എന്നാൽ ഇത് പറയുന്നവരോ കൃത്യം 1 കൊല്ലം മുമ്പ് 2025 മെയ് മാസത്തിൽ ഇവിടെ ഈ കൊച്ചിയിൽ, എനിക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല, നമ്മൾ അന്ന് ടോക്ക് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. ഇതേ മോഹൻ ഭഗവത്ജി അന്ന് ഇവിടെ വന്നിട്ടുണ്ട്, അവരുടെ ഒരു ചിന്താ സമ്മേളനത്തിന് വന്നിട്ടുണ്ട്. അന്ന് 4 VC-മാർ പോയത്, കേരളത്തിലെ 4 വൈസ് ചാൻസലർമാർ പോയിരുന്നത്, ഈ മോഹൻ കുന്നുമൽ ഉൾപ്പെടെ. മോഹൻ കുന്നുമൽ അന്ന് കേരള VC-യാണ്. ഇപ്പോൾ അദ്ദേഹം ആരോഗ്യ സർവകലാശാലയുടെ VC എന്ന കസേര മാറിയിട്ടേ ഉള്ളൂ. ഞാൻ പറയുന്നത് അതിലൊക്കെ എന്തിനാണ് ഈ ഒച്ചപ്പാടുണ്ടാക്കുന്നത്, എന്തിനാണ് ബഹളം ഉണ്ടാക്കുന്നത്? അത് ഗതികേടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇതൊക്കെ മാറും. ഇതൊക്കെ താൽക്കാലികമായി ഞാൻ മനസ്സിലാക്കുന്നത്, ഇതൊക്കെ ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം എന്ന് പറയില്ലേ, കുറച്ച് കാലത്തേക്ക് കൂടി ഇതൊക്കെ ഇങ്ങനെ RSSനെ കുറിച്ച് പറഞ്ഞാൽ മാറി വരികയല്ലേ, അതിവേഗത്തിൽ ചിത്രം മാറി വരികയല്ലേ. എത്ര പേരിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ കൂടെയുള്ള ആളുകളൊക്കെ BJPയിലേക്കും RSSലേക്കും പോവില്ലേ പരസ്യമായിട്ട്? നീ കാണുന്നില്ല എല്ലാ ദിവസവും സാംസ്കാരിക പ്രവർത്തകർ, കലാകാരന്മാർ, ബുദ്ധിജീവികൾ. ഇപ്പോൾ പേരെടുത്ത കേരളത്തിലെ ഏതെങ്കിലും പേരെടുത്തൊരു എഴുത്തുകാരൻ നിങ്ങൾ ഒന്ന് CPM-ൻ്റെ കൂടെ ഉണ്ടോ നോക്കൂ. കോൺഗ്രസിൻ്റെ കൂടെ പണ്ടേ ഇല്ല. ഇവരൊക്കെ പോറില്ല. ഞാൻ അവസാനം വരെ ഏറ്റവും കൂടുതൽ ഗീതാദർശനമൊക്കെ എഴുതിയ മലയാളത്തിലെ ഏറ്റവും ഇന്ന് ജീവിച്ചിരിക്കുന്നവരിലെ എഴുത്തുകാരുടെ അഗ്രഗണ്യനായ ആചാര്യനാണ്, ഞങ്ങൾക്കൊക്കെ ഗുരുതുല്യനാണ്, C. രാധാകൃഷ്ണൻ സാറ്.
അത് ഞാൻ വിചാരിച്ചു അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ തപസ്യയുടെ സംസ്ഥാന അക്ഷരോത്സവം ഇവിടെ ആലുവയിൽ അത് ഉദ്ഘാടനം ചെയ്ത് നോട്ടീസ് ചെയ്യാൻ കണ്ടു. ഉദ്ഘാടനം ചെയ്യുന്ന സി രാധാകൃഷ്ണൻ സാറാണ്. കാരണം ഇപ്പോൾ അവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ നിന്നവരാണ്. യുവകലാ സാഹിത്യ സംസ്ഥാന പ്രസിഡൻ്റൊക്കെ ആയിരുന്ന ആളാണ്. അപ്പം ഞാൻ പറയും ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഒരു ചെറിയ അക്കിത്തം 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസമൊക്കെ എഴുതിയിട്ട് വലിയ ഒരു കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പശ്ചാത്തലത്തിൽ വളർന്നയാളാണ്. തപസ്യയുടെ പ്രസിഡൻ്റ് ആയിരുന്നില്ല, പിന്നെ ദീർഘകാലം ഒക്കെ മാറുകയാണ്. അപ്പോൾ മാറുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പുതിയ അവബോധത്തോടെ ഈ RSSനെ പോലുള്ള പ്രസ്ഥാനങ്ങൾ ജനങ്ങളുടെ സ്വീകാര്യത പിടിച്ചു പറ്റുന്നു. അത് എല്ലാവർക്കും ഒന്നും അധികാരം കൊണ്ടൊന്നും കിട്ടിയിട്ടൊന്നുമല്ല, അവർക്ക് അതിൻ്റെ സ്വീകാര്യത വരുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഇതൊക്കെ മാറും. ഇപ്പോൾ VC-മാർ പോയി എന്നുള്ളതൊക്കെ എത്ര കാലം VD സതീശൻ നിവൃത്തിയില്ല എന്നിട്ട് അവസാനം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്, അയാൾ അല്ലാതെ ഒന്നും പറയാനൊന്നും പോയിട്ടില്ല. ഇതൊക്കെ ഈ കേരളത്തിൽ മാത്രം വില പോകുന്ന വളരെ കുറഞ്ഞ കാലത്തേക്കുള്ളൊരു നമ്പറാണ്. അതൊക്കെ പൊട്ടിപ്പോകും. നമുക്കതിനെ അവഗണിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.